നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം. ആലപ്പാട് പുറത്തൂർ കൊടപ്പുള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ഓട്ടുരുളികളും നിലവിളക്കുകളും കവർന്നു. പാലപ്പാട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ അംഗൻവാടിക്ക് ശിലയിട്ടു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. മണലൂർ മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസിനെ തല്ലിച്ചതയ്ക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ് ഇവർ ഇങ്ങനെ ഒരു സദസ്സ് നടത്തുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു സാമ്പത്തിക സഹായം, ഒരു സാമ്പത്തിക നേട്ടമോ ഇന്ന് വരെ ഈ സദസ്സിനെ അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. വെറും കോൺഗ്രസ് ചെറുപ്പക്കാരെ അടിച്ചമർത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അവർ മുന്നിൽ നിൽക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KB ജയറാം മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യാതിഥിയായി. മണ്ഡലം പ്രസിഡന്റുമാരായ MV അരുൺ, ജെൻസൺ ജെയിംസ്, PB ഗിരീഷ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, സൈദു മുഹമ്മദ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ AM മുൻഷ, സലാം, ടോണി അത്താണിക്കൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് KB ബാബുരാജ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, ടോളി വിനീഷ്, സുചിത്ര ദിനേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന, ജനപ്രതിനിധികൾ, മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മണപ്പുറം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മണപ്പുറം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറിച്ച് നമുക്ക് വേറെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു പറയണോ ആ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പം നമ്മുടെ കുടിവെള്ള മാത്രം വിഷയമല്ല, ഈ മണപ്പുറം പ്രദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മണപ്പുറം മാത്രമല്ല ഇവിടെ ഇടപെടുത്തുന്നത്. നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളുണ്ട്. ഏകദേശം 2,82,000 വോട്ടർമാർ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില സഹായങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന, സർക്കാരിനേക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു മഹാവ്യക്തിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞ പോലെ എപ്പോഴും എന്ത് പറഞ്ഞാലും ഒരുപാട് പറയാനുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ പല സ്ഥലത്തും സംസാരിക്കുന്നത് നമ്മുടെ പ്രദേശത്തിന് ദൈവത്തിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ സമീപനം, പ്രവർത്തനമൊക്കെ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ് പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ അജിത് കുമാർ TK, ഹെഡ്മിസ്ട്രസ് ഷീജ TG, വാർഡ് മെമ്പർ EP അജയ് ഘോഷ്, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ, OSA ചെയർമാൻ CA ആവാസ്, വികസന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ശോഭൻ കുമാർ, ജോസ് താടിക്കാരൻ, MPTA പ്രസിഡന്റ് സോഫിയ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. 300 ലിറ്റർ ശുദ്ധജലം ലഭ്യമാകുന്ന വാട്ടർ കിയോസ്കാണ് സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഭാസ്കർ റാവുജിയുടെ പേരിൽ ഏർപ്പെടുത്തിയ 22ാമത് സ്മൃതി പുരസ്കാരം സാമൂഹിക പ്രവർത്തകനായ വയനാട് കണിയാമ്പറ്റ പള്ളിയാറ രാമൻ ഏറ്റുവാങ്ങി. വാടനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡിന് സമീപം ചണ്ഡികേശ്വരി ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ RSS പ്രാന്തീയ പ്രൗഢപ്രമുഖ് K ഗോവിന്ദൻകുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കൃഷ്ണൻ കല്ലംപിള്ളി അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രബാബു അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. PR രാംദാസ്, K വരദരാജൻ, ബാലകൃഷ്ണൻ മാവൂർ, മോഹനൻ, ഹരിദാസ് വയനാട്, ഗോപി എന്നിവർ സംസാരിച്ചു.
ആലപ്പാട് പുറത്തൂർ കൊടപ്പള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ഓട്ടുരുളികളും നിലവിളക്കുകളും മോഷണം പോയി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ശേഷമാണ് മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ ഗേറ്റിലെ പൂട്ട് തകർത്ത് അകത്ത് കടന്നത്. തുടർന്ന് തിടപ്പള്ളിയുടെ പൂട്ട് തകർത്ത് അകത്ത് സൂക്ഷിച്ചിരുന്ന 8 ഓട്ടുരുളികളും നിരവധി നിലവിളക്കുകളും മോഷ്ടിക്കുകയായിരുന്നു. 50,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. അതേസമയം 1 മാസം മുമ്പ് മോട്ടോർ മോഷണം പോയ സമീപത്തെ ചേനങ്കരി കോൾപ്പടവിലെ മോട്ടോർ ഷെഡിലും രാത്രി മോഷണ ശ്രമം നടന്നു. സ്ലാബ് ഇളക്കി മാറ്റിയെങ്കിലും മോട്ടോർ ഷെഡിന്റെ പൂട്ട് തകർക്കാനുള്ള ശ്രമം വിജയിച്ചില്ലെന്ന് ചേനങ്കരി പടവ് കൺവീനർ അറിയിച്ചു. പരിസരത്തെ മറ്റ് പടവുകളിലെ മോട്ടോർ പുരകളിൽ നിന്നും ഏതാനും ആഴ്ചക്കിടെ മോട്ടോറും അനുബന്ധ സാമഗ്രികളും മോഷണം നടന്നതായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. വായനയുടെ പ്രാധാന്യം കുട്ടികളിൽ എന്ന വിഷയത്തിൽ പഠന പരിപോഷണ പരിപാടി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റ് CS മണി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും ലഹരി മൊബൈൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരിയിലേക്ക് പോയി അതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വായിക്കാൻ അവസരം കണ്ടെത്തിയിരുന്നു. അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ മൊബൈലിലും നമുക്ക് വായിക്കാം. പക്ഷെ നിങ്ങൾ മൊബൈലിൽ വായിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങളാണ് നോക്കുക, രസിക്കുക, ഉല്ലസിക്കുക എന്ന ചിന്ത മാത്രമല്ല. പക്ഷെ വായനയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറിവ് നേടാൻ കഴിയും. നമുക്ക് കഥയും കവിതയും ഒക്കെ എഴുതാൻ കഴിയും. അതിന് നമുക്ക് വായിക്കണം. സ്റ്റാഫ് സെക്രട്ടറി KJ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ക്ലാസ് നയിച്ചു. കുട്ടികൾ വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളുള്ള മക്കളായിരിക്കും. പക്ഷെ നമ്മൾ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അതായത് നമ്മളുടെ മക്കളിലൂടെ അവർ പഠിച്ച് വളർന്ന് വലുതായി ആ കുടുംബത്തിൻ്റെ ഒരു സംരക്ഷകരാകും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും മാതാപിതാക്കൾ വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. മറിച്ച് ഈ പ്രതീക്ഷകൾ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിന് വ്യത്യസ്തമായി, അതിന് വിപരീതമായിക്കൊണ്ടാണ് ഇന്ന് വിദ്യാലയത്തിലെ കുട്ടികളൊക്കെ വളർന്നു വരുന്നത്. നേർവഴിയല്ല, വളഞ്ഞ വഴി. അതിനെന്താ കാരണം? കുട്ടികൾക്ക് കിട്ടേണ്ട അത്യാവശ്യമായിട്ടുള്ള ഈ ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ കുറവുകളാണ്. SMC ചെയർമാൻ മഹേഷ് മോഹൻ, പ്രധാനാധ്യാപിക PH ഷെരീഫ, സീനിയർ അസിസ്റ്റന്റ് അർച്ചന എന്നിവർ സംസാരിച്ചു. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ 92-ാം നമ്പർ അംഗനവാടിക്ക് തറക്കല്ലിട്ടു. CC മുകുന്ദൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. അതിനൊരു പൂർണ്ണമായ ഒരു അവസരം ലഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം അതിനുശേഷമാണ് പ്രസിഡന്റും അതുപോലെ തന്നെ വാർഡ് മെമ്പറൊക്കെ കൂടി നമുക്കത് അംഗനവാടി പണിതിന് ആവശ്യമായ സഹായം ആരാണ് തരിക, അവരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് പറയേണ്ടായി. അപ്പോഴാണ് ഇവരെൻ്റെ ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ കാരണമുണ്ടായത്. സാധാരണ ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല യോഗങ്ങളിലും ബന്ധപ്പെടാറുണ്ട്, പറയാറുണ്ട്. നമ്മുടെ ഏറ്റവും പാവപ്പെട്ട ഒരു സ്ഥാപനമാണ്, കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അംഗനവാടി. ഞാൻ പണ്ട് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത്, വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ അംഗനവാടി പണിയാൻ പോലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയാണ് പണിയുക, എന്തൊക്കെ ചെയ്യാൻ കഴിയുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ പല സ്ഥലത്ത് പോയി ബന്ധപ്പെടുകയും സംസാരിച്ചിട്ട് പോലും ആരും മനസ്സ് തുറക്കാത്തൊരു സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വൈസ് പ്രസിഡന്റ് വി അർജിത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രഹർഷൻ, EP അജയ് ഘോഷ്, KA വിജയൻ, അനിത ത്രിദീപ് കുമാർ, രശ്മി ഷിജോ, സിജി സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ, ICDS സൂപ്പർവൈസർ ഷീനത്ത്, PWD എഞ്ചിനീയർ മഞ്ജുഷ, ALMC അംഗങ്ങൾ, അംഗനവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാഴപ്പള്ളി പുരുഷോത്തമൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് അംഗനവാടി നിർമ്മിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടാണ് അംഗനവാടി നിർമ്മിക്കുന്നത്. താന്യം പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറേയേറെ ഫണ്ടുകൾ നീക്കിവെച്ച് കുറേയേറെ പദ്ധതികൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. SC കുട്ടികൾക്ക് തന്നെ ഫർണിച്ചർ കൊടുക്കാനായിട്ട് നമ്മൾ 1,70,75,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാപ്ടോപ്പിന് എന്തെന്നാൽ 9,30,000 രൂപയാണ് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ ഉപരിപഠനം നടത്തുന്ന കുട്ടികൾക്ക് 6 ലക്ഷം രൂപ. അങ്ങനെ നിരവധി പദ്ധതികൾക്ക് SC കുട്ടികൾക്ക് വേണ്ടിയിട്ടും SC ആളുകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം SC വൃദ്ധർക്ക് കട്ടിൽ, അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പ് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ടീച്ചർ ഏറ്റവും നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ ഇംപ്ലിമെൻറ്റ് ഓഫീസർമാരിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അതാത് സമയത്ത് നമ്മൾ മെമ്പർമാരായാലും ടീച്ചറായാലും ഗ്രൂപ്പിലിടുകയും ഞങ്ങൾ അറിയിച്ചിട്ട് നമ്മൾ ഗുണഭോക്താക്കളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അതാത് സമയത്ത്, അതിപ്പോൾ 1 ആഴ്ച 2 ആഴ്ച ഞങ്ങൾ കൊടുക്കുമ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സുകൾ കൊണ്ടുവരാം. വൈസ് പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ഇംപ്ലിമെന്റ് ഓഫീസർ A ശ്രീദേവി, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. 9,30,000 രൂപ ചെലവഴിച്ച് 19 കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടന്റെ ജനുവരി മാസത്തെ ഓണറേറിയം തളിക്കുളത്തെ തീരദേശ മേഖലയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്കൃതി സാംസ്കാരിക വേദി ത്രിവേണിക്ക് കൈമാറി. ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികളായ സുനിൽ ത്രിവേണി, ബ്രിജിത്ത് കണ്ണൻ, വിഷ്ണു ശിവൻ, ബ്രിജിത്ത്, അരുൺ രാജ് എന്നിവർ പങ്കെടുത്തു. ഇതുൾപ്പെടെ 37 ഓണറേറിയവും സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്നവർക്കും സന്നദ്ധ സംഘടനകൾക്കുമായിട്ടാണ് ബഗീഷ് പൂരാടൻ നൽകിയിട്ടുള്ളത്. പതിവ് പോലെ എൻ്റെ ഈ മാസത്തെ ഓണറേറിയവും തളിക്കുളം തീരദേശ മേഖലയിൽ സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങളും ചാരിറ്റിയും നടത്തുന്ന സംസ്കൃതി ത്രിവേണി എന്ന സാംസ്കാരിക സംഘടനയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ഞാൻ ഒരു മാസത്തെ ശമ്പളം ഓണറേറിയം കൊടുക്കുന്നതിനേക്കാൾ ഉപരി നിരന്തരമായി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അസുഖം ബാധിച്ചവരെയും കണ്ടെത്തിക്കൊണ്ട് അവർക്കുള്ള ദൈനംദിന കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്ന സംസ്കൃതി ത്രിവേണിയുടെ ഭാരവാഹികൾക്ക് ഈ ഓണറേറിയം കൈമാറാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഈ മാസം 21-ന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി എന്നിവർ തൃപ്രയാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി 14-ന് ഞായറാഴ്ച രാവിലെ 8:30-ന് പൊങ്കാല നടക്കും. 15-ന് തിങ്കളാഴ്ച ബ്രഹ്മകലശ പൂജ, 16-ന് ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം കുടിയേറ്റം എന്നിവ നടക്കും.
17 ബുധനാഴ്ച നാഗപൂജയും 18 വ്യാഴാഴ്ച വിവിധ താന്ത്രിക ചടങ്ങുകളും ഉണ്ടായിരിക്കും. 19 വെള്ളിയാഴ്ച വൈകിട്ട് ധണ്ഡനും മുണ്ഡനും പൂജയും 20 ശനിയാഴ്ച വൈകിട്ട് ഹനുമാൻ പൂജയും നടക്കും. 21 ഞായറാഴ്ച പുലർച്ചെ മുതൽ ഗണപതി ഹോമം ആരംഭിക്കും. 5 ഗജവീരന്മാരും 100-ൽ പരം മേളകലാകാരന്മാരും അണിനിരക്കുന്ന പാഞ്ചാരി മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് വൈകിട്ട് 3:30 കാഴ്ചശീവേലി എന്നിവയും നടക്കും. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രന്മാരാരും മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണനും പ്രാമാണികത്വം വഹിക്കും. വൈകിട്ട് ദീപാരാധന, വർണ്ണമഴ എന്നിവയും രാത്രി 9:30 ഗ്രാമബലി, പള്ളിവേട്ടപ്പുറപ്പാട് എന്നിവയും ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകും. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും പാണ്ടിമേളവും നടക്കും. 22 തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ട്, വൈകിട്ട് നടക്കുന്ന വലിയ ഗുരുതി എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ട്രഷറർ നിതീഷ് ENT, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് തിരുവഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി വേല കൊടിയേറ്റം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പാരമ്പര്യ അവകാശികളായ കോറോട്ട് കുടുംബ അംഗം ശിവദാസ് കൊടിക്കൂറ കൈമാറി. ഈ മാസം 19 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന ഭരണി വേലയോടെ ഉത്സവം സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരമ്പരാഗത ക്ഷേത്രകലകളാണ് തിരുവഴഞ്ചേരി മാനേജിംഗ് കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊടിയേറ്റ ദിനമായ വെള്ളിയാഴ്ച കാലടി കൃഷ്ണദാസും സംഘവും അവതരിപ്പിച്ച സമ്പ്രദായ ഭജന അരങ്ങേറി. 2ാം ദിവസമായ 14 ശനിയാഴ്ച ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ഗാനാർച്ചന, 3ാം ദിവസം പ്രദീപ് ആറാട്ടുപുഴയും സംഘവും അവതരിപ്പിക്കുന്ന രുക്മിണി സ്വയംവരം ഓട്ടംതുള്ളൽ, 4ാം ദിവസം ഇടനാടു രാജൻ നമ്പ്യാരും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, 5ാം ദിവസം രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ബ്രഹ്മശ്രീ മുരളി പെരുംചേരിയുടെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യം പാരായണം, വൈകുന്നേരം മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, 6ാം ദിവസം രേവതി ദിവസം വൈകുന്നേരം 7:30 പാലക്കാട് വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത്, അശ്വതി ദിനമായ ജനുവരി 18 വിധി പ്രകാരമുള്ള പൂജകൾ, 3 ആനകളോടെ കൂടിയ കാഴ്ചശീവേലി, പ്രസാദ ഊട്ട്, വൈകുന്നേരം നിറമാല ഗുരുതി, വിളക്കെഴുന്നള്ളിപ്പ്. ഉത്സവം അവസാന ദിവസമായ ജനുവരി 19 ഭരണി നാളിൽ പട്ട് താലി സമർപ്പണം, 5 ആനകളോടുകൂടിയ ഭരണി ആഘോഷ കമ്മിറ്റി വക പൂരം, പറയ സമുദായക്കാരുടെ വേലകയറ്റം എന്നിവ നടക്കും. അന്തിക്കാട് മാങ്ങാട്ടുകര അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ഈ മാസം 15 നടത്തുന്ന ദേശവിളക്കിന്റെ കലവറ നിറക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ നിലവിളക്ക് കൊളുത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. ദേശത്തെ മാങ്ങാട്ടുകര ഈ ദേശവിളക്കിന് ഇപ്പോൾ നമുക്കറിയാം 3ാമത്തെ വർഷമാണ് നമ്മളിപ്പോൾ ഈ വിളക്ക് ആഘോഷിക്കുന്നത്. എന്തായാലും പണ്ട് കാലം മുതൽ ഇവിടെ നിലനിന്നിരുന്ന ഈ വിളക്ക് കുറേ വർഷങ്ങളായിട്ട് ഇല്ലാതിരിക്കുന്ന കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ 3 വർഷമായിട്ട് ഇത് ഒരു കൂട്ടം നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വിളക്ക് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം അതിന് ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതിനോടൊപ്പം തന്നെ നമുക്കറിയാം പ്രദേശ് അന്തിക്കാടിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വളരെ കാലങ്ങളായി അന്തിക്കാട് ഏറ്റവും നല്ല ശാസ്താംപാട്ട് കലാകാരന്മാരടങ്ങുന്ന ഒരു ടീം തന്നെയാണ് ഇവിടെയും വിളക്കിന് നേതൃത്വം നൽകുന്നത്. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുറക്കോട്ട അധ്യക്ഷനായി. പെരിങ്ങോട്ടുകര കാനാടി മഠാധിപതി ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമികൾ ആദ്യ ദ്രവ്യസമർപ്പണം നിർവഹിച്ചു. അഖില കേരള ശാസ്താംപാട്ടു കലാകാര സംഘം സംസ്ഥാന പ്രസിഡന്റ് E രമേശൻ മുഖ്യാതിഥിയായി. നിരവധി ഭക്തജനങ്ങൾ ദ്രവ്യസമർപ്പണം നടത്തി. സേവാസംഘം ട്രഷറർ രാംദാസ് കാണാട്ട്, അരുൺകുമാർ ആറ്റുപുറത്ത് എന്നിവർ സംസാരിച്ചു. വിപിൻ ജയൻ മൂത്തേടത്ത്, കണ്ണൻ, ബിജു, സഹേന്ദ്രൻ, സുരേഷ്, യതീന്ദ്രദാസ്, ജിഷ്ണു, സുരേഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് പ്രദേശത്തെ മാങ്ങാട്ടുകര ദേശത്ത് കഴിഞ്ഞ 3 വർഷക്കാലമായി ഏറ്റവും നല്ല രീതിയിൽ ശാസ്താംപാട്ട് അയ്യപ്പൻ വിളക്ക് നടത്തുകയാണ്. അതിൽ നമുക്കൊക്കെ അറിയാം ഭരിച്ച ചിലവ് വരുന്ന ഒരു സംഭവമാണ്. വളരെ കുറച്ച് സമയങ്ങളാണ് നമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷമാണ് പിരിവിനിറങ്ങാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് വളരെ കുറച്ച് സമയമാണ് നമുക്ക് കിട്ടുക. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയാണ്. കണ്ടശാങ്കടവ് സെയിന്റ് മേരീസ് നാറ്റിവിറ്റി ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം അതിരൂപത അപ്പസ്തോലറ്റ് ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ നിർവഹിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിലെ മംഗളങ്ങൾ
സന്തോഷേറെ സ്നേഹത്തോട് നേരുകയാണ്. ഈ ദീപാലങ്കാരം കണ്ണിനും മനസ്സിനും കുളിർമയേകത്തക്ക രീതിയിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുവഴി നമ്മൾ ഈ ദിവസങ്ങളിൽ സന്തോഷത്തിലും പരസ്പര കൂട്ടായ്മയിലും അങ്ങനെ വിശുദ്ധ തിരുനാൾ കൂടുതൽ ആത്മീയമായ വളർച്ചയ്ക്കും ഉണർവിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും ഈ തിരുനാളിൻ്റെ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവസേനയിൽ സമർപ്പിച്ചും അവരെ അഭിനന്ദിച്ചുകൊണ്ടും ഈ തിരുനാൾ ഒരു കൂട്ടായ്മയുടെ ഉത്സവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, കൈക്കാരന്മാരായ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, ആന്റണി വടക്കേത്തല, ജോസഫ് ടി.എൽ, സാബു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജെയ്സൺ പോൾ തേക്കാനത്ത്, ജോയിന്റ് കൺവീനർ സണ്ണി വടക്കേത്തല, വിവിധ കമ്മിറ്റി കൺവീനർ അംഗങ്ങൾ, ഇടവകാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോണ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് കണ്ടശാങ്കടവ് അമ്പ് സമൂഹത്തിന്റെ പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ നിർവഹിച്ചു. മള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പി വി ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ജോയ് പള്ളിക്കുന്നത്ത്, പി സി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കുന്ന വാടനപ്പള്ളി തളിക്കുളം അശ്വതി ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രക്ഷാധികാരി IS വേലായുധൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് ഷിനോദ് കുട്ടൻപാറൻ, സെക്രട്ടറി മോഹൻദാസ് ഇത്തിക്കാട്ട്, കൺവീനർ പീതാംബരൻ കുറുക്കമ്പര്യ, ഗജാൻജി പ്രദീപ് KB, അമൃതബോധിനി ക്ഷേമസഭ പ്രസിഡന്റ് സ്വാമി പട്ടരുപുരയ്ക്കൽ, അമൃതബോധിനി എഡ്യൂക്കേഷൻ പ്രസിഡന്റ് തിലകൻ KA തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഭൂമി പൂജയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം. ആലപ്പാട് പുറത്തൂർ കൊടപ്പുള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ഓട്ടുരുളികളും നിലവിളക്കുകളും കവർന്നു. പാലപ്പാട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ അംഗൻവാടിക്ക് ശിലയിട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.